വെച്ചാ പണം കിട്ടും, നോക്കി നിന്നാ വടി കിട്ടും. വാ 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 വാ. ആ വെയ് രാജാ വെയ്. 1 വെച്ചാ 2 കിട്ടും, 2 വെച്ചാ 4 കിട്ടും, പണം വെച്ചാ പണം കിട്ടും, നോക്കി നിന്നാ വടി കിട്ടും. വാ 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 വാ, നോക്കി നിൽക്കാതെ വാ. വെയ് വെയ് വെയ്. ആ വെയ് രാജാ വെയ്. ബൈ. മോളെ മേരിക്കുട്ടി, ഇവിടെ ഇരിക്കാം. അമ്മയും മോളും തനിച്ചുള്ള ജോസൂട്ടി വന്നിട്ടുണ്ട്. അവനെ ആ മാതാമ്മയുടെ കാട്ടി മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന കാണാൻ പോയിരിക്കുക. റപ്പായി ഇവിടെ. ഞാൻ എല്ലാ കൊല്ലം ഇവിടെ കിലുക്കിക്കുത്ത് കൊണ്ടുവരാറുണ്ട്. മേരിക്കുട്ടി വളവും ഇവണൊന്നും മേടിച്ചില്ലേ? ഇല്ല. എന്നാ വാ, ഞാൻ മേടിച്ചു തരാം. എനിക്ക് വേണ്ട. അതെന്താ, ഞാൻ അന്യനാണോ? നമ്മുടെ ഒരു നാട്ടുകാരല്ലേ. മേരിക്കുട്ടി വാ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ ഞാൻ മേടിച്ചോണ്ട് വരാം. നിന്റെ കൈയുടെ അളവൊന്ന് നോക്കാം. രാജകുമാരി വന്നിരിക്കുന്നു. നിന്റെ കയ്യൊക്കെ നീ ഉരുകിപ്പോവോ? പിന്നെ റപ്പായി പിടിച്ചാ പിടിച്ചു തന്നെ. കയ്യിലോട്ടോ. നീ ആരാ ചോദിക്കാൻ? ഞങ്ങൾ സ്വന്തക്കാരാ. കുഞ്ഞെ, ഇയാള് ഞങ്ങളുടെ കാര്യമല്ല. വീട്ടിലെ നീ എന്ത് ചെയ്യും? മോന് വല്ലതും പറ്റിയാ? ഒന്നും പറ്റിയില്ല. കുഞ്ഞു വന്നില്ലായിരുന്നെങ്കിൽ അവൻ എന്റെ മോടെ മാനം കെടുത്തിയേനെ. നിങ്ങളിവിടെ ആണുങ്ങളാരും ഇല്ലേ? എന്റെ മോൻ വന്നിട്ടുണ്ട്. അയാൾ എന്ത് ചെയ്യും? ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിഞ്ഞൂടെ ചങ്ങാതി. ഇതിലെന്തിരിക്കുന്നു? ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി നമുക്ക് വല്ലതും കഴിക്കാം. എടാ ജോസൂട്ടി, ആ കൊച്ചിനെ കൂടെ വിളിക്കേ. കൂട്ടുകാരാ, പലരും കൊണ്ടുവന്നിട്ടുണ്ട്. ഉള്ളത് പങ്ക് നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം. അയ്യോ, എനിക്ക് വേണ്ട. വാമോനെ, ഞങ്ങളുടെ ഒരു സന്തോഷത്തിനല്ലേ. കൂട്ടുകാരൻ പണിയില്ലാണ്ട് നടക്കുകയാണെങ്കിൽ എന്റെ കൂടെ വാ, ഞാൻ പണി തരാം. കടലിൽ വള്ളത്തിൽ പോയി മീൻ പിടിക്കുന്ന പണിയാ. കുഞ്ഞിനോട് പരിചയമുണ്ടാ? അമ്മച്ചൊന്ന് ചുമ്മായിരി. 10 ദിവസത്തിനുള്ളിൽ ഞാൻ പണി പഠിപ്പിച്ചു കൊടുക്കാം. അമ്മായി എന്ത് പറഞ്ഞു? ഓ ശരി. പിന്നെ കുമ്പാരി, ഈ വേഷമൊക്കെ ഒന്ന് മാറ്റണ്ടേ? കുളിക്കാൻ അപ്പുറത്ത് മറപ്പരയുണ്ട്. ഈ മേരിക്കുട്ടി, മേരിക്കുട്ടിയെ എന്താ ചേച്ചാ? കുളിക്കാൻ ഇച്ചിരി വെള്ളം കോരി വയ്ക്ക്. കുളി കഴിഞ്ഞിട്ട് ഉടുക്ക. മേടിച്ചിട്ട് ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല. അമ്മച്ചേ, അമ്മച്ചേ, എന്നതാടാ? അലക്കിട്ടിരിക്കുന്ന തോർത്തിങ് എടുത്തേ. നീ ഇങ്ങോട്ട് വന്നേ. ആ ചെറുക്കന് കുടിക്കാൻ വല്ലതും വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്ക്. ചോദിക്കട്ടെ. കുമ്പാരി, കുടിക്കാൻ എന്തെങ്കിലും? ഇപ്പോഴൊന്നും വേണ്ട.
ഇവിടെ അടുത്തൊരു ഉഷയുണ്ട്. ഉഷ ഉപഷാപ്പ്. നല്ല ഒന്നാം തരം കള്ള് കിട്ടും. ചമ്മണ മേടിച്ചോണ്ട് വരാം. വേണ്ട ജോസ്, വേണ്ട. ഞാൻ ഇനി ഒരിക്കലും കുടിക്കില്ല. ഞാനും അങ്ങനൊന്നും കുടിക്കത്തില്ല. പിന്നെ പണി കഴിഞ്ഞ് വരുമ്പോ 2 ഗ്ലാസ് അടിക്കും. കുടി ചിലപ്പം നമ്മുടെ ജീവിതം തകർത്തുന്ന വരും ജോസെ. വെള്ളം ചൂടാക്കണോ അച്ചാച്ച? കുമ്പാരി ചൂടുവെള്ളത്തിലാണോ കുളിക്കണേ? അല്ല. വേണ്ട. മണി 10 ചാണ്ടമ്മേ. ഡോക്ടർ ഇതുവരെ കണ്ടില്ലല്ലോ. പ്രസവ കേസിന് പോയതല്ലേ, രണ്ടിലൊന്നും അറിയാതെ വരാൻ പറ്റുമോ? ഡോക്ടർക്ക് 100 ആയിസ. ദേ വരുന്നുണ്ട്. നമസ്കാരം. കാത്തിരുന്ന് മുഷിഞ്ഞായിരിക്കും. ഞാൻ ആ വസ്തിന്റെ മകളെ പ്രസവത്തിന് പോയത്. കൊച്ചു തല തിരിഞ്ഞ് അകത്ത് കിടന്നത് നേരെ ആക്കി പുറത്ത്. കൊച്ചിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ തള്ള കാര്യായി. അയ്യോ, എല്ലാവരെയും ചീട്ടെടുത്തിട്ടുണ്ടോ ശാന്തമ്മേ? ഉണ്ട്. ആ പെങ്കൊച്ചേതാ? ഇവിടെ പുതിയതായിട്ട് വന്നാന്നാ തോന്നുന്നു. അവരെ ആദ്യം വിളി. തങ്കമ്മ, ഇരിക്കൂ. എന്താ? ഇവക്കൊരു പല്ലുവേദന. ഓഹോ, വരണം. നിങ്ങൾ അവിടെ നിൽക്കണം. താമസം കുറെ ദൂരെ ആണേലും ഇവിടെ കൂടെ ഉണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ നല്ല കാര്യത്തിനും അമ്മൂക്ക മുമ്പക്ക. ഞമ്മളെ വാപ്പ ആദ്യം ഇവിടെ കച്ചവടത്തിന് വന്നപ്പോ ഈ ജോസിന്റെയും ജോയിന്റെ ഒക്കെ അപ്പന്മാരാണ് വാപ്പയെ സഹായിച്ചത്. നമുക്കത് മറക്കാൻ വെക്കുക. ആട്ടെ, ബാബു സാറിന്റെ വീട് എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ? കുറച്ച് ദൂരെയാ. ജോസേ, ജോസേ, എന്താ 10 രൂപ കാശ് കണ്ട്. മോനൊരു കുറവില്ല. നമ്മളെ രാജപ്പൻ ഡോക്ടർ ഒന്നുകൂടി കാണിക്കാനാ. കുഞ്ഞിനെ അങ്ങനെ ഇരിക്കേണ്ട അല്ലിക്കുട്ടി? ഒരു കുറവുമില്ല ചേട്ടത്തി. കുഞ്ഞിന് എന്താ അസുഖം? വയറ്റിളക്കം ചെറുതിൽ പോവാ. രാജപ്പൻ ഡോക്ടർ ഗുളിക തന്നു. അതിന്റെ പകുതി കൊടുത്ത പിന്നെ വയറ്റിന് വെള്ളം പോലെയാ പോകുന്നേ. എന്ത് മരുന്നാ കൊടുത്തത്? ഒരു വെളുത്ത ഗുളിക ഇതാക്കിയിട്ട്. ഞാനൊരു മരുന്നിനെ കുറിച്ച് തരാം, മേടിച്ചു കൊടുക്കാം. സംശയിക്കണ്ട, മേടിച്ചു കൊടുത്തത്. ജോസെ, ഇച്ചിരി കടലാസം മേടിച്ചു തന്നു. പേരുകുട്ടി, ഒരു കടലാസം പെൻസിലും എടുത്താടി. കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നേര്. അല്ല, സാറിന് മരുന്ന് കുടിക്കാൻ അറിയാവാ? ഈ മരുന്ന് വാങ്ങി 1/2 ഗുളിക വീതം 3 നേരം കൊടുക്കും. അതിന് കാശ് വേണ്ടേ? അത് ഞാൻ മറന്നു. മോന് എന്തു പറ്റിയടാ? കുമാര് തന്റെ കൂട്ടുകാരൻ കുറിച്ച് മരുന്ന് മേടിച്ചു കൊടുക്കാവാ. കണ്ടിട്ട് ഏതാണ്ടൊക്കെ അറിയാവുന്ന ആളാന്നാ തോന്നണേ. ചിലപ്പോ ഏതെങ്കിലും മരുന്ന് ഷാപ്പിൽ എടുത്തു കൊടുക്കാൻ ആളായിരിക്കാം. പണ്ടം കണ്ട് കഴുകി കിട്ടാൻ നിന്ന രാജപ്പൻ ഡോക്ടറുടെ മരുന്ന് കൊടുക്കാമെങ്കിൽ ഇതൊന്ന് കൊടുത്തു നോക്ക്. ആ, കൊടുത്തു നോക്കാം. ആ, നെല്ലിക്കുട്ടി, നീ വീട്ടിലേക്ക് പോയിക്കോ. ഞാനിപ്പോ വന്നേക്കാം. അവളിവിടെ നിൽക്കട്ടെ, നീ മരുന്ന് മേടിച്ചോണ്ട് വാ. നീ വാടി. ഒരു മേരിക്കട്ടെ, പുസ്തകം. തെമ്മേല് കാറ് കാണുന്നുണ്ടല്ലോ. ആ, കാറ്റുണ്ടല്ല, കാറ് മാറും. വരി, നമ്മുടെ ചങ്ങായിക്കും വെള്ളത്തിൽ പോരണമെന്നുണ്ട്. ആരെ, ബാബു സാറോ? വേണ്ട വേണ്ട, കടൽ ചുരക്കിന്റെ വാളടിക്കും സാറേ. അത് സാരമില്ല. സാരമുണ്ട്. ഞങ്ങള് വള്ളത്തിൽ പോയി മീൻ പിടിച്ചുകൊണ്ടുവരാം. സാറ് ഈ കരക്കിരുന്നാ മതി. എന്റെ കുഞ്ഞുമോന് വന്നതുപോലെ ആർക്കെങ്കിലും ദണ്ണം വരികയാണെങ്കിൽ നോക്കാൻ ഒരാള് വേണമല്ല. കുഞ്ഞിന് എങ്ങനെയുണ്ട്? സാറിന്റെ ഒറ്റ നേരത്തെ മരുന്ന് കൊടുത്തപ്പോഴേ സൂക്കേട് പോയി. സത്യം പറയാലോ, സാറ് മരുന്നിനെ കുറിച്ച് ചെന്നപ്പം എനിക്ക് ഇച്ചിരി സംശയം ഉണ്ടായിരുന്നു. സാറിന് ചികിത്സിക്കാൻ അറിയാമോ? ആ, ഇപ്പൊ മനസ്സിലായില്ലേ? സാറിന് ചികിത്സിക്കാൻ അറിയാമെന്ന്. കൊള്ളാം. സാറില്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞുമോനെ മെഡിക്കലിൽ കൊണ്ടുവേണ്ടി വന്നേനെ. സാറേ, നമ്മുടെ വയറ്റിന് ഇവിടെ ആയിട്ട് ചിലപ്പോൾ വേദന. ഒത്തിരി മരുന്ന് കഴിച്ചതാ. ഒന്ന് നോക്കട്ടെ. എത്ര ആളായി തുടങ്ങിയിട്ട്? കുറച്ചു നാളായി.
ഇവിടെയാണോ? കുറച്ച് താപ്പോട്ട്. അവിടെ. ഇതെന്താ മമ്മൂക്ക, കടാപ്പുറം ആശുപത്രിയാക്കാൻ പോവാണാ? ഈ കടപ്പുറത്ത് നമുക്ക് നല്ലൊരു ആശുപത്രി ഉണ്ടാക്കാൻ പറ്റൂ. കാശും ചക്രവും പെരുത്തില്ലെങ്കിലും നമുക്കെല്ലാം പടച്ചോൻ തന്ന നല്ലൊരു മനസ്സില്ലേ? നമ്മളെല്ലാം ഒത്തുകൂടിയാ ഒന്നാമതൊരു ഒരു ആശുപത്രി ബാബു സാറിന് ഉണ്ടാക്കി കൊടുക്കാം. മതി, തലവലിക്ക് വെച്ച് പിടിച്ചോ.